അപ്പോൾ ഇനി എന്താണ് ഈ അരിസ്റ്റോട്ടിൽ പറയുന്ന കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയാം. ഞാൻ പറഞ്ഞു അരിസ്റ്റോട്ടിൽ അന്ന് റെപ്രസെൻ്റ് ചെയ്തിരുന്നത് സ്പീച്ച് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അന്ന് കൂടുതൽ എക്സ്പാൻഷൻസ് കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ വന്നിട്ടില്ല. ലൈക്ക് വി ഹാവ് ടുഡേ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, ന്യൂ മീഡിയ, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. The only available അല്ലെങ്കിൽ the only popular mode of communication was this rhetoric അല്ലെങ്കിൽ സ്പീച്ച് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഇങ്ങനായി മാറിയത്, സ്പീച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനാണ് മോഡൽ എന്ന് പറയുക. കണ്ടോ, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതി ചിത്രം വരച്ച് കാണിക്കുന്നതിനാണ് മോഡൽ എന്ന് പറയുക. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദർ വിൽ ബി എ സ്പീക്കറാണ് ദ സോഴ്സ് ഓഫ് മെസ്സേജിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രം ദ സ്പീക്കർ. ദെൻ ഹീ മേക്ക് എ സ്പീച്ച്, അല്ലേ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്ന സ്പീച്ച് ആയിരിക്കും. ദെൻ ദാറ്റ് മെസ്സേജ് ഓർ ദാറ്റ് സ്പീച്ച് റീച്ചസ് ടു ആൻ ഓഡിയൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഈ പറയുന്ന മെസ്സേജ് അല്ലെങ്കിൽ സ്പീച്ച് എത്തും. ഇങ്ങനെ 3 കോമ്പണൻറ്റ്സ് അടങ്ങിയതായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ എന്തൊക്കെ പറയുന്നത് നോക്കാം. One of the earliest recorded models is attributed to ancient Greek philosopher Aristotle. അതായത് തുടക്കത്തിൽ റെക്കോർഡ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഒന്നിൽ അരിസ്റ്റോട്ടലിൻ്റെ മോഡലാണ്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് റെട്ടറിക് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിൽ ആൻ ഒറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കർ, വൺ ഹു മേക്സ് സ്പീച്ച് നടത്തുന്ന ആൾക്കാണ് ഒറേറ്റർ എന്ന് പറയുക. ഒറേറ്റർ സ്പീക്സ് ടു ലാർജ് ഓഡിയൻസ്, വലിയൊരു ഓഡിയൻസിനോട് ഒറേറ്റർ സംസാരിക്കുന്നു. ഇതാണ് അന്ന് പ്രധാനമായും അരിസ്റ്റോട്ടിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ മോഡലാക്കിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സ്പീച്ചിനെയാണ്, ഒരു ഒറേറ്റർ എണീറ്റ് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസോട് സംസാരിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഇദ്ദേഹം ഒരു മോഡലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്ക്, ഈ മോഡലിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ലൈനിയർ വൺ ഇൻ വിച്ച് ദർ ആർ 3 elements ഇൻ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് സ്പീക്കർ, സ്പീച്ച് ആൻഡ് ഓഡിയൻസ്. ഇതാ കണ്ട, ഒരു ലൈൻ പോലെയാണ്, അതായത് നേരെ വരിയായിട്ടാണ് ഈ അരിസ്റ്റോട്ടലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൽ 3 കോമ്പണൻസ് അല്ലെങ്കിൽ 3 elements ആണ് ഉണ്ടായിരിക്കുക, സ്പീക്കറും സ്പീച്ചും ഓഡിയൻസും. ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പൊക്കെ പല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് പഠിച്ചത്. അതായത് കമ്മ്യൂണിക്കേഷൻ റിസീവർ അടുത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഫീഡ്ബാക്ക് തിരിച്ച് സ്പീക്കർ അടുത്തേക്ക് തിരിച്ചു വരും. അത് ലൈനിയർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ലൈനായിട്ടല്ല, അത് സൈക്ലിക്കലാണ്. ഇങ്ങനെ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു റൗണ്ടിലാണ് അതിൻ്റെ മോഡൽ വരുന്നത്. ലൈനിയർ മോഡലാണ്. മാത്രമല്ല ദിസ് മോഡൽ ഫോക്കസസ് പ്രിൻസിപ്പലി ഓൺ പബ്ലിക് സ്പീക്കിംഗ്. ഈ മോഡൽ ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് സ്പീക്കിങ്ങിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു മോഡലാണ് ഈ അരിസ്റ്റോട്ടിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ മോഡൽ ഹാസ് എ സ്പീക്കർ ആൻഡ് ദ എംഫസിസ് ഈസ് ഓൺ പേഴ്സണൽ ഡിബേറ്റ്. ഒരു സ്പീക്കർ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പം ഒരു പേഴ്സണൽ ഡിബേറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഊന്നലുണ്ടായിട്ടുള്ളത്. Rhetoric or persuasive communication is based on Greek മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. Many models and theories of communication originated from this early one. മാത്രമല്ല അരിസ്റ്റോട്ടിൽസ് മോഡൽ ക്യാൻ ബി ഗ്രാഫിക്കലി പ്രസൻറ്റഡ് ഇൻ ദ ഫോളോയിങ് മാനർ. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് താഴെ നൽകുന്നത്. The audience includes those who are listening to a speech. ആരാണ് ഓഡിയൻസ് എന്ന് പറയുന്നുണ്ട്? Those who are listening to a speech. ഒരു പ്രസംഗം കേൾക്കുന്ന ശ്രവിക്കുന്ന ആളുകളെയാണ് ഓഡിയൻസ് കൊണ്ട് അരിസ്റ്റോട്ടിലിൻ്റെ മോഡലിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് അത് ആരല്ല, പ്രസംഗം കേൾക്കുന്ന ആളുകളാവില്ല, അല്ലേ? എൻ്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ, 1-2 ആളുകൾ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ അരിസ്റ്റോട്ടലിൻ്റെ മോഡലിൽ ഓഡിയൻസ് എന്ന് പറയുന്നത് ദ പേഴ്സൺസ് അല്ലെങ്കിൽ ദ പീപ്പിൾ ഹു ആർ ലിസണിങ് ടു എ സ്പീച്ച്. ഒരു വലിയ സ്പീച്ച് കേൾക്കുന്ന ആളുകളാണ് ഓഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹവെവർ നോട്ട് ഓൾ മെമ്പേഴ്സ് ഓഫ് ഓഡിയൻസ് ആർ ദ സെയിം. ഈ ഓഡിയൻസിലെ മുഴുവൻ മെമ്പേഴ്സും സെയിം ആവണമെന്നില്ല.
അത് മനസ്സിലായോ? അതായത് പ്രസംഗം കേൾക്കുന്ന എല്ലാ ആളുകളും ഒരുപോലെ ആവണം എന്നില്ല. എ ഗുഡ് സ്പീക്കർ, അപ്പം സ്പീക്കർ എന്ത് ചെയ്യുന്ന പറയും, കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്തായി നടക്കണമെങ്കിൽ എ ഗുഡ് സ്പീക്കർ വിൽ അസസ് ദ നേച്ചർ ഓഫ് ദ ഓഡിയൻസ്. ആദ്യം എന്ത് ചെയ്യും, ഓഡിയൻസിൻ്റെ സ്വഭാവം അളക്കും. ശ്രദ്ധിക്കുക, ഈ പറയുന്ന അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ആദ്യം സ്പീക്കർ എന്ത് ചെയ്യണം, നല്ലൊരു സ്പീക്കർ ആണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ഓഡിയൻസിൻ്റെ സ്വഭാവം അളക്കും. ഓക്കെ, അസസ് ചെയ്യും. ആൻഡ് ഡിറ്റർമിൻ ദ ബെസ്റ്റ് വേസ് ടു ഇംപ്രസ് അപ്പോൺ ദ ഓഡിയൻസ്. എന്നിട്ട് ഓഡിയൻസിനെ ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ഇംപ്രസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ഇയാളിങ്ങനെ നല്ല വഴികൾ കണ്ടെത്തിയിട്ട് അങ്ങനെ ഇയാളുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പല പ്രാസംഗികന്മാരും പല ഓഡിയൻസിനോടായിരിക്കും സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ തന്നെ വ്യത്യസ്ത ഓഡിയൻസിനോടായിരിക്കും സംസാരിക്കാം. ഇപ്പോൾ ഉദാഹരണം, ഒരു മന്ത്രി ഒരു പൊളിറ്റിക്കൽ മീറ്റിങ്ങിന് പങ്കെടുക്കുകയാണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ കോൺഫറൻസിൽ, ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റൈലും അദ്ദേഹം ഒരു കുടുംബ സംഗമത്തിൽ സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ സംസാരിക്കുന്ന സ്റ്റൈലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ചെയ്യുക, അരിസ്റ്റോട്ടലിൻ്റെ മോഡൽ അനുസരിച്ചുള്ള നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ചെയ്യുക, ആദ്യം എന്ത് ചെയ്യും, ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് ആ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാനുള്ള നല്ല രീതിയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓഡിയൻസ്. ഇനി ഓഡിയൻസിൻ്റെ ടൈപ്പ് അനുസരിച്ച് ദ സ്പീക്കർ വിൽ സിലക്ട് ആൻഡ് ഷേപ്പ് ദ ടോപ്പിക്. എന്ത് ടോപ്പിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് സ്പീക്കർ എന്ത് ചെയ്യും, ഡിസൈഡ് ചെയ്യും. നല്ലൊരു സ്പീക്കറാണെങ്കിൽ അയാൾ ചെയ്യുന്നത് അതാണ്. ഇങ്ങനെ ഒരു നല്ലൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, കമ്മ്യൂണിക്കേഷൻ നല്ലൊരു രീതിയിലാവണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, ദ സ്പീക്കർ ആൾസോ നോ ദ ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ലെവൽസ് ഓഫ് ഓഡിയൻസ്. ഇവരുടെ ഓഡിയൻസിൻ്റെ ഈ പറയപ്പെടുന്ന ലെവലുകളൊക്കെ അവരുടെ മാനസികാവസ്ഥ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പൊളിറ്റിക്കൽ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ നല്ല ഉശിരൻ, നല്ല ആവേശം ഉണ്ടാവുന്ന സംസാരങ്ങൾ കേൾക്കാനും അപ്പുറത്തെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ പോരായ്മകളൊക്കെ പറഞ്ഞ് നിലവിൽ അവരുടെ പാർട്ടിയെ കുറേ പൊക്കി പറഞ്ഞിട്ട് ആണ് സംസാരിക്കേണ്ടത് അല്ലേ. അതേസമയത്ത് ഇയാൾ അമേരിക്കൻ പൊളിറ്റിക്സിലെ ഒബാമയുടെയും അതുപോലെ ട്രംപിൻ്റെയും വിഷയങ്ങളൊക്കെ കൊണ്ടുപോയി എടുത്തിട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിനത് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഇവരുടെ ഒരു ഇമോഷണൽ, മാത്രമല്ല ഇൻ്റലക്ച്വൽ, ഒന്നും അറിയാത്ത നാട്ടിൻപുറത്തുകാരുടെ ഇടയിൽ പോയിട്ട് ഒരാൾ കുറേ ഇംഗ്ലീഷ് വേർഡുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഫ്ലോപ്പായിരിക്കും. അപ്പോൾ അവരുടെ ഇൻ്റലക്ച്വൽ, സൈക്കോളജിക്കൽ ലെവൽസ് ഓഫ് ദ ഓഡിയൻസ്, ഈ ഓഡിയൻസിൻ്റെ ഈ 3 ലെവലുകളും അറിഞ്ഞുകൊണ്ടായിരിക്കണം ആര് സംസാരിക്കേണ്ടത്, ഈ പറയുന്ന ഒരു സ്പീക്കർ, ഒരു പബ്ലിക് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന സ്പീക്കർ ഓഡിയൻസിനോട് സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും. ഇത് അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അദ്ദേഹം റെട്ടറിക് മോഡലാണ് ഇവിടെ റെട്ടറിക് കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ മോഡലായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഈവൻ ടുഡേ ദീസ് പോയിൻറ്റ്സ് ആർ യൂണിവേഴ്സലി റെലവൻറ്റ് ഇൻ എവറി പബ്ലിക് സ്പീക്കിംഗ് കോണ്ടെക്സ്റ്റ്. ഇന്ന് പോലും ഇത് 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മോഡൽ, അരിസ്റ്റോട്ടലിൻ്റെ കമ്മ്യൂണിക്കേഷൻ മോഡലാണെങ്കിൽ പോലും ഓൾ ദീസ് എലമെൻറ്റ്സ്, ഈ പറയപ്പെടുന്ന 3 എലമെൻറ്റ്സും അതുമായി ബന്ധപ്പെട്ട അരിസ്റ്റോട്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ എന്നും റെലവൻ്റ് ആണ്. അരിസ്റ്റോട്ടിൽ പ്രപ്പോസ്ഡ് എ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്യൂട്ടബിൾ ഫോർ പബ്ലിക് സ്പീക്കിംഗ്. ഹി പുട്ട് ദ സ്പീക്കർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പം ഈ അരിസ്റ്റോട്ടിൽ വിഭാവനം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മോഡലിൻ്റെ ഏറ്റവും സെൻറ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് സ്പീക്കറാണ്. സ്പീക്കർ പ്രിപ്പയർസ് എ മെസ്സേജ് ഫോർ എൻ ഇൻറ്റൻറ്റഡ് ഓഡിയൻസ്. ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ള ഓഡിയൻസിന് സ്പീക്കർ എന്ത് ചെയ്യും, മെസ്സേജ് പ്രിപ്പയർ ചെയ്യും. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണോ അയാൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രിപ്പയർ ചെയ്യും. ദ മെസ്സേജ്, ഇയാൾ പ്രിപ്പയർ ചെയ്യുന്ന മെസ്സേജ് എങ്ങനെയായിരിക്കണം, മീൻസ് ഇൻറ്റൻറ്റഡ് ടു ഹാവ് എൻ എഫക്റ്റ്, ഒരു നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാക്കണം ഓഡിയൻസിൻ്റെ മേലിൽ. ദാറ്റ് ഈസ് ടു ഇൻഫ്ലുവൻസ് ദ ഓഡിയൻസ്. അതുപോലെ തന്നെ ഓഡിയൻസിനെ സ്വാധീനിക്കാവുന്ന മെസ്സേജ് ആയിരിക്കണം ഈ പറയുന്ന പബ്ലിക് സ്പീക്കർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം മെസ്സേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് മെസ്സേജാണ് ഓഡിയൻസിന് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഓഡിയൻസും ആ ഒരു
പിന്നെ കമ്മ്യൂണിക്കേഷനിൽ ആക്റ്റീവ് ആവുക അല്ലേ? നമ്മളൊരു പ്രസംഗം കേൾക്കണമെങ്കിൽ ആ കേൾക്കുന്ന പ്രസംഗം നമ്മൾക്ക് വല്ലാത്ത ഒരു സ്വാധീനം നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിൽ നമുക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കേൾക്കുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഈ പബ്ലിക് സ്പീക്കർ കൊടുക്കുന്ന മെസ്സേജ്, അയാൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ഇൻഫോർമേഷൻ, ഈ ഒരു അറിവ് അല്ലെങ്കിൽ എന്താവട്ടെ, അത് ഇവർക്കുള്ളിൽ കേൾക്കുന്ന ആളുകൾക്കുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരിക്കണം. ദ ഓഡിയൻസ് ഈസ് സീൻ ടു ബി പാസീവ് ആൻഡ് റെഡി ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്പീക്കേഴ്സ് മെസ്സേജ്. അപ്പോൾ ഓഡിയൻസിൻ്റെ റോൾ എന്താ? ഓഡിയൻസ് ഈ പറയുന്ന പ്രാസംഗികൻ നല്ല മെസ്സേജ് പാസ് ചെയ്യുന്ന സമയത്ത് ദ ഓഡിയൻസ് ഈസ് ടു ബി പാസീവ് ആയിരിക്കും. പാസീവ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ റോൾ ഉണ്ടാവില്ല, ഇവർ പാസീവ് ലിസണേഴ്സ് മാത്രമായിരിക്കും, പറയുന്നത് കേൾക്കുക, തിരിച്ചങ്ങോട്ട് പറയാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ആൻഡ് റെഡി ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്പീക്കേഴ്സ് മെസ്സേജ്. എന്നിട്ട് ഇവരിങ്ങനെ കേട്ട് തയ്യാറായിരിക്കുകയാണ് എന്തിന്? സ്പീക്കറുടെ മെസ്സേജ് കേട്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവാൻ വേണ്ടി, സ്വാധീനിക്കപ്പെടാൻ വേണ്ടിയിട്ട്, അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നല്ല താല്പര്യത്തോടു കൂടി ഇങ്ങനെ സ്പീക്കർ പറയുന്ന കേട്ടിരിക്കുന്ന ആളുകളുടെ റോളാണ് ഈ പറയുന്ന ഓഡിയൻസിനുണ്ടാവുക. ടു പുട്ട് ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ, എ സ്പീക്കർ സെൻസ് എ മെസ്സേജ് ടു ആൻ ഓഡിയൻസ്. ഒരു സ്പീക്കർ ഓഡിയൻസിന് മെസ്സേജ് അയക്കുന്നു. ആൻഡ് ദ ഓഡിയൻസ് ഈസ് എഫക്റ്റഡ് ബൈ ദ മെസ്സേജ് റിസീവ്ഡ്. ആ സ്വീകരിക്കുന്ന മെസ്സേജിൽ ഓഡിയൻസ് വല്ലാണ്ട് എഫക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു. ഇതാണ് അരിസ്റ്റോട്ടലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.